സോ ഹലോ ഗൈസ്, ഫാൻ്റെ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ഇന്ത്യൻ ആരോസ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ മാനേജർ കരിയർ മോഡാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഗെയിമാണ് ഗൈസ്. വേൾഡ് സോക്കർ ചാമ്പ്സ് എന്നാണ് ഗൈസ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല ഗൈസ്. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗെയിമിലോട്ട് ഇറക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ വന്ന അപ്പോൾ തന്നെ നമുക്കൊരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് ഗൈസ്. അജിത് അൻസാരി എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഗൈസ്. ഹൈദരാബാദാണ് വന്നിരിക്കുന്നത്. ഗൈസ് നമ്മുടെ ടീം 12ാം സ്ഥാനത്താണ് ഗൈസ്. ഗൈസ് ഗോകുലം കേരള FC ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഡിവിഷൻ 1 ATK മോഹൻ ബഗാൻ FC, ഗോവ, മുംബൈ സിറ്റി, ബാംഗ്ലൂർ അവരൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മാച്ചിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇതപ്പോൾ ഒരു ഫ്രണ്ട്ലി മാച്ചസാണ് ഗൈസ്. ഞാനപ്പോഴത്തേക്ക് ഒന്ന് തീർത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട്ലി മാച്ചസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളിനി ലീഗിലെ ഫസ്റ്റ് ഗെയിം ആണ് കളിക്കാൻ പോകുന്നത്. ഈ ഡെപ്പോ എന്ന് പറഞ്ഞൊരു ടീമായിട്ടാണ് ഗൈസ്. അവർ എനിക്കും സെക്കൻഡ് ഡിവിഷനിൽ റാങ്ക് കാണിക്കില്ലേ ഗൈസ്. ഓക്കെ ഗൈസ്, 6ാം സ്ഥാനത്തുള്ള ടീമായിട്ടാണ് ഗൈസ് നമ്മുടെ കളി. അത് നമുക്ക് മാച്ചിലിട്ടാവും ഗൈസ്. പിന്നെ ഇതിനകത്ത് മാച്ചും കാര്യങ്ങളൊക്കെ ഓക്കെ ഇതേപോലെ ആയിരിക്കും ഗൈസ്. ഗൈസ് ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേയും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഗെയിം കിങ്ങാണ് ഗൈസ്. ഗൈസ് നമ്മുടെ അറ്റാക്കാണ് ഗൈസ്. ഗൈസ് എൻ്റെ പേരെന്ത്, ശങ്കർ ഘോഷ് അങ്ങനെ എന്തോ ആണ് ഗൈസ്. ശങ്കർ ഘോഷ് ബോക്സിലേക്ക് പോയി പാസ് ക്ലിയർ ചെയ്തു. നമുക്ക് മുന്നിൽ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കളയരുത് ഗൈസ്. ഓക്കെ, സുഭാഷ് ഗൈസ് ഇതും പോയി. നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഗൈസ്. നമുക്ക് പാസ് കൊടുക്കാം. അക്ഷയ് ഗൈസ് നമുക്ക് അടിക്കാം ഗൈസ്. സുഭാഷ് അടിച്ചിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് ഗോൾ ഫോർ അവർ ഗൈസ്. പിന്നെ നമ്മുടെ അറ്റാക്കാണ് ഗൈസ്. ഗെയിം ഫുള്ള് നമ്മുടെ കയ്യിലാണ്. സെക്കൻഡ് ഗോൾ അടിക്കാൻ പറ്റുന്ന യെസ് ഗൈസ്. ഷാ സെക്കൻഡ് ഗോൾ ഗൈസ്. ഷാഹ് ഷാ ഗൈസ് ഹാഫ് ടൈം ആയിട്ടുണ്ട്. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ എൻ്റെ സൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. സമാന കളി ജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ കഴിഞ്ഞ കളിച്ച ഫ്രണ്ട്ലി മാച്ചസിൽ ഒരെണ്ണം നമ്മൾ ജയിച്ചു, ഒരെണ്ണം തോറ്റു. ആ 2 കളി ഉണ്ടായുള്ളൂ. അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഈ സൈഡിൽ ലെഫ്റ്റ് റൈറ്റോടെ ഞാൻ കൊടുത്തേക്കാം ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ അവരെ പൊട്ടിച്ചുകൊണ്ട് ഇപ്പോൾ 4 അതെങ്ങനെയാണ്. ഓ ഗൈസ്, എന്തിലും അവിടെ നമ്മളിപ്പോൾ 4ാം സ്ഥാനത്തായിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് റിയൽ ലൈഫിലെ പോലെ ഒന്നുമല്ല, സെക്കൻഡ് സ്ഥാനത്തൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ ടീമിന് ട്രോഫീസ് ഒന്നുമില്ല ഗൈസ്. വല പിടിച്ചാൽ കിടക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ടീം. നമുക്ക് ഹൈ പ്രഷർ ഡിഫൻസ് ന്യൂട്രൽ. നമുക്ക് ഈ ഫോർമേഷൻ ഒന്ന് മാറ്റാം ഗൈസ്. ഗൈസ് ഇതായിരിക്കും ഈ സീസണിലെ നമ്മുടെ ഫോർമേഷൻ ഗൈസ്. ഇനി ഇടയ്ക്ക് വല്ല ചേഞ്ച് വരുമെന്ന് അറിയില്ല ഗൈസ്.
പക്ഷെ നമ്മുടെ അടുത്ത മാച്ച് ഷിലോങ് ലജോങ് എന്ന് പറയുന്ന ടീമായിട്ടാണ് ഗൈസ്. നമുക്ക് മാച്ച് കളിക്കാം. അക്ഷയ് പണ്ഡേ ബോക്സിലേക്ക് കയറി. അക്ഷയ് പണ്ഡേ ഫസ്റ്റ് ഗോൾ. ഇപ്പോഴും ടൈറ്റ് പൊസിഷൻ നമ്മുടെയാണ്. സമരം ഇതിൽ ഡിഫെൻഡ് ചെയ്യാനാണ് കുറച്ച് പാട്. ഒപ്പോണന്റ് ചാൻസ് കിട്ടി. ഗോളി. നമ്മൾ പിന്നെ ഒരു സൈനിങ്സ് നടത്താനാണ് സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ശങ്കർ ഘോഷ് ഓക്കെ. ചാൻസ് നമ്മൾ കളഞ്ഞു. സെക്കൻഡ് ഹാഫ് കണ്ടുണ്ട്. കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം വൈസ്. ആരെ മാറ്റും? നമുക്ക് നമ്മുടെ DMS മാറ്റാം വൈസ്. ഷെയ്ഫിനെ മാറ്റിയിട്ട് നമ്മൾ സഞ്ജയ് പണ്ഡിറ്റിനെ കൊണ്ടാണ്ട് നമ്മുടെ വിപിൻ കുമാർ. വിപിൻ മോഹനാണ്. വിപിൻ കുമാർ നമുക്കടുത്തൊരു സുഭാഷ് ബോക്സിലേക്ക് കൊടുക്കിറങ്ങും. അൺലക്കി മാൻ ബാറിലിച്ച് തിരിച്ചു. നമ്മൾ ഈ സീസൺ ടൈറ്റിലിനെ, അതായത് നമ്മൾ ലീഗ് ടൈറ്റിലിനെ കുറഞ്ഞൊന്നും നമ്മൾ ഈ സീസണിൽ വാട്ട് എ ക്ലിയറൻസ് പ്രതീക്ഷിക്കുന്നില്ല ഗൈസ്. ഈ വർഷം നമ്മൾ തന്നെ ഈ സീസണിൽ കപ്പടിക്കും. നമുക്ക് നമ്മുടെ ബാക്ക് കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനെന്ന് തോന്നണം. മാച്ച് അതിൻ്റെ കഴിയാറായിട്ടുണ്ട്. ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഷാഷാണ് 5ാം സ്ഥാനത്തുണ്ട് നമ്മുടെ ടീമിൽ. അസിസ്റ്റിൽ ആരുമില്ല. KBFC ഫസ്റ്റ് ടേബിൾ ടോപ്പിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ഡിവിഷൻ 2ലാണ് കേസ് ഉള്ളത്. ഡിവിഷൻ 1ലേക്ക് നമ്മൾ പ്രമോട്ട് ആവണം, അങ്ങനെ എന്തോ ആണ് കേസ് ഈ ഗെയിമിൽ. ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ടീമിലേക്ക് കുറച്ച് ആൾക്കാരെ സൈൻ ചെയ്യണം. ഇവിടുന്ന് ന്യൂസൊക്കെ ഉണ്ട്. നമ്മുടെ മാർച്ച് 2026 വരാൻ പോകുന്ന മാച്ചൊക്കെ ഇവിടെ കഴിഞ്ഞു. സ്പെയിൻ vs അർജൻറ്റീന. അതിൽ അർജൻറ്റീന ജയിച്ചു. ഇത് ഒരു ഇതൊക്കെയാണ് ന്യൂസ്, ട്രാൻസ്ഫർ ലിസ്റ്റ് അതൊക്കെ അറിയുന്നത്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ സ്കൗട്ട് നമ്മളിപ്പോൾ 676K ഉണ്ട്. നമുക്ക് ഇപ്പോഴേക്ക് എത്ര നമുക്കൊരു നല്ല ഇവിടെ ഒഡീഷയുടെതൊക്കെ ഉണ്ട്. നമുക്കൊരു നല്ല മാനേജറെ വേണം. ഇവിടെയൊക്കെ മില്യണാണ്. നമുക്ക് ഈ 500Kയുടെ അത്ര ഒന്നും പൊട്ടിക്കണ്ട. നമുക്കിപ്പോൾ 100Kയുടെ ഒഡീഷയിൽ നിന്നും സൈൻ ചെയ്യാം. നമുക്കൊരു യങ്സ്റ്റർ ലെഫ്റ്റ് വിങ്ങിന് വിടാം ഗൈസ്. ഇത് 7 ഇവിടെ തന്നെ മതി. ഓക്കെ,
ഫുള്ളി ലാസ്റ്റ് റിപ്പോർട്ട്സ്. നമുക്ക് നമ്മുടെ വേറെ ഒന്നുമില്ല. ഞാനിങ്ങനെ തപ്പി പിടിച്ച് പറയുന്നത് ആദ്യമായിട്ട് ഈ ഗെയിമിലേക്ക് കയറിയത് കൊണ്ടാണ്. നമ്മളൊന്ന് പരിചയപ്പെട്ട് വരുമ്പോഴല്ല അതാവും. നമുക്കിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മാച്ചിലേക്ക് കടക്കാം. ഇതാണ് ഈ ഗെയിമിൽ പ്രശ്നം. ഓക്കെ, അങ്ങനെ പോയി നമ്മുടെ നെറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ അറ്റാക്കാണ് ഫസ്റ്റ് തന്നെ. ടു ദിനേഷ് പോൾ. പിന്നെ എന്ത് കോർണർ പിക്സ് ഒന്നും ഉണ്ടാവില്ല. ഓൾവേസ് ഓപ്പോണൻ്റാണ് നല്ല അറ്റാക്കിങ്. നമുക്ക് അടിയിൽ പൊസിഷൻ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ സൈഡിലായിട്ട് എനർജി, നമ്മുടെ ടീമിന് എനർജിയുടെ തൊട്ട ടീമുണ്ട്. അവരുടെ അറ്റാക്കും ഒക്കെ നമ്മളാണ്. അല്ല കേരള പോവാണ്. വാട്ട് എ ഗോൾ. സെക്കൻഡ് ഗോൾ. നമുക്കൊരു ചാൻസ് ഉണ്ട്. അർജിത് അൻസാരി വിൽ ഫിനിഷ് ഇറ്റ്. ഒക്കെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആൻഡ് ഗൈസ് നമ്മൾ ആ ഒരു മാച്ചിന് ശേഷം നമ്മൾ 9 പോയിൻറ്റ്സുമായി 2ാം സ്ഥാനത്തുണ്ട് ഗൈസ്. നമുക്കിനി എന്തോ ഇതിൽ നമ്മുടെ ടീമില്ലേ? ഈ സീസണിൽ മൊത്തം നമുക്ക് നാഷണൽ കപ്പ് ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഗൈസ്. നാഷണൽ കപ്പിൽ നമ്മുടെ എല്ലാ ടീമും ഉണ്ട് ഗൈസ്. ഒഡീഷ നമ്മളെ കളി ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ആരോസ് ഡെപ്പോ. ഗൈസ് നമുക്കപ്പോൾ ആ മാച്ചാണ് കളിച്ചേക്കാം. സ്കിപ്പ് ചെയ്യുന്നില്ല ഗൈസ്. ഇമ്പോർട്ടൻ്റ് മാച്ച്, നമുക്ക് ഇതെങ്കിലും വിൻ ചെയ്യണം. പക്ഷേ ഒരു ക്വാർട്ടർ അവിടെയൊക്കെ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഒഡീഷ, ബാംഗ്ലൂർ അങ്ങനത്തെ ക്ലബിനൊക്കെ നേരിടാൻ. നമ്മുടെ അറ്റാക്കർ അർജിത് അൻസാരി റണ്ണിങ് വിത്ത് ദ ബോൾ. പാസിന് വേണ്ടി ഒരു ചാൻസ് ഇട്ടിട്ടുണ്ട്. വെൽ ക്ലിയറുണ്ടായി. പേര് നോക്കാൻ പറഞ്ഞു ഗൈസ്. നമുക്കൊരു പെനാൽറ്റിയാണ് ഗൈസ്. മേ ബി അതൊന്നും അങ്ങനെ പോയാ ഞാൻ എന്തോ വരച്ചപ്പോൾ ഒരു ബ്ലൂ ലൈൻ വന്നു. അതാണ് പറ്റും. ഗൈസ് നീണ്ടു തോന്നുന്നു. അക്ഷയ് പാണ്ഡെ ടു ദിനേഷ് പോളിനൊരു ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ചിരിക്കുന്നു. തിരിച്ചടിച്ചിരിക്കുന്നു ഗൈസ്. ഗൈസ് തൊട്ടവിടെ തന്നെ നമുക്കൊരു അവസരമുണ്ട് ഗൈസ് നമുക്ക് തിരിച്ചടിക്കാൻ. ബാക്ക് പാസ് ബാക്ക് ടു അക്ഷയ് പാണ്ഡെ. ദിനേഷ് പോൾ cutting. Wonderful finish by Dinesh Paul guys. Second goal for him will be his score hat-trick. ഇപ്പോൾ അങ്ങനെന്താണ് ടീമിൻ്റെ പേര്. ഗൈസ് വാട്ട് എ ഗോൾ. ടൈറ്റ് മാച്ചാണ് ഗൈസ്. നമുക്കൊരു സൂപ്പർ സബിനായിട്ട് ഇറക്കേണ്ടി വരും. ആരുമില്ല ഗൈസ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ബില്ല് ഇറക്കാം ഗൈസ്. ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. അക്ഷയ് പാണ്ഡെ ബാക്ക് ടു റാം ടു ദിനേഷ് പോൾ. മേ ബി
അതെന്താ ഒരു നീല മാർക്ക്? ഗൈസ് ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് പറഞ്ഞു ഗൈസ്. പിന്നെ നമ്മുടെ സൈനിങ്സ് അവന്മാർ കംബാക്ക് അടിച്ചാ ഗൈസ്. ഇത് ചിലപ്പോൾ റൗണ്ട് ഗൈസ് നമുക്ക് പിന്നെ ഈക്വലൈസറിനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ദിനേശ് പോൾ ഗൈസ്. ഈ ഫിനിഷ് കംപ്ലീറ്റ് ഹിസ് ഹാട്രിക് കംപ്ലീറ്റ് ആയി ഗൈസ്. ഗൈസ് ഒറ്റൊരു ചാൻസ് നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കാം ഗൈസ്. കുമാർ വരട്ടെ, ഖാൻ വരട്ടെ ഗൈസ്. നമ്മുടെ റൈറ്റ് വിങ് ഗൈസ് ഇപ്പോഴാണ് നമുക്ക് അലി വേണ്ട ഗൈസ്. നമുക്ക് കുമാർ തന്നെ കളിപ്പിക്കാം ഗൈസ്. ചാൻസ് ഒന്നും കാണുന്നില്ല ഗൈസ്. നമ്മളങ്ങനെ എക്സ്ട്രാ ടൈമിലായിട്ട് പോയിരിക്കുകയാണ് ഗൈസ്. നമുക്കപ്പോൾ ഒരു ചാൻസ് ദിനേശ് പോളിനെ എടുത്ത് ഗൈസ്. നമ്മൾ ഓടിക്കറി ഒത്തിരി കൂടിപ്പോയി. നമ്മുടെ ടീമിന് എനർജി കുറഞ്ഞു സ്കോർ. നമ്മുടെ ബാക്കൊക്കെ ചത്തു ഗൈസ്. എന്തിനാണ് നമ്മുടെ കീപ്പർ കയറി വന്നത്? എല്ലാവരും ചത്തു ഗൈസ്. നമുക്ക് എനർജി ബൂസ്റ്റർ കൊടുക്കാം ഗൈസ്. നമുക്കൊരു ഈക്വലൈസർ പെട്ടെന്ന് തന്നെ അടിക്കും. ഈക്വലൈസറല്ല 2 ഗോൾ അടിക്കും. ഇതങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട ഗൈസ്. പോയിക്കോ ഈ ഡിഫെൻഡ് ആണ് ഗൈസ് കുറച്ച്. ഗൈസ് കളി കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് അതുകൊണ്ട് പേടിക്കാനല്ല ഗൈസ്. ഇതിലിട്ട് ടോപ്പ് സ്കോർ ഗൈസ്. ഇവിടെയും ടോപ്പ് സ്കോർ നമ്മൾ തന്നെ. നമ്മളല്ല നമ്മുടെ ടീമിലത്തെ. ആൻഡ് ഗൈസ് നമ്മളപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു സൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും സ്റ്റേ ട്യൂൺ. ബൈ.